രോഗം മാറി എന്നുള്ളത് നീ രക്ഷ പ്രാപിച്ചു എന്നതിന്റെ അടയാളമല്ല. അവിടെയാണ് ട്വിസ്റ്റ്. രോഗം മാറി എന്നുള്ളത് ദൈവം നിന്നിൽ പ്രസാദിച്ചു എന്നതിന്റെയും അടയാളമല്ല. എന്താണ്? അച്ഛനൊരു ഉദാഹരണം പറയാം. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ച് ചെങ്കടൽ വിഭജിച്ചു കൊടുത്തു. ഓക്കെ, അത്ര വലിയ അത്ഭുതമാണ്. ബട്ട് ഗോഡ് വാസ് നോട്ട് ഹാപ്പി വിത്ത് ദം. ദൈവം അവരിൽ പ്രസാദിച്ചില്ല. ദൈവം അവർക്ക് വേണ്ടി ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. ബട്ട് ഗോഡ് വാസ് നോട്ട് ഹാപ്പി വിത്ത് ദം. ദൈവം അവരിൽ സംപ്രീതനായിരുന്നില്ല. ദൈവം അവർക്ക് വേണ്ടി പാറ പിളർന്ന് വെള്ളം കൊടുത്തു. പക്ഷെ ദൈവം അവരിൽ സംപ്രീതനായിരുന്നില്ല. ദൈവം അവരുടെ കൂടെ നടന്ന് അവരുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് ഇവർക്ക് വിജയം നേടിക്കൊടുത്തു. ബട്ട് ഗോഡ് വാസ് നോട്ട് ഹാപ്പി വിത്ത് ദം. ദൈവം അവരിൽ സംപ്രീതനായിരുന്നില്ല, അല്ലെങ്കിൽ അവർ രക്ഷ പ്രാപിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ വിളിക്കുമ്പോ വലിയ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും. പക്ഷേ നമുക്ക് കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്നുള്ളതിന്റെ അടയാളമായി തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിചാരിക്കും, ഞാൻ പ്രാർത്ഥിച്ചു നേടിയെടുത്തു. പ്രാർത്ഥിച്ച് നേടിയെടുത്തു എന്ന് ചിന്തിക്കണ്ട. ഭൗതിക ജീവിതത്തിൽ ചില കാര്യങ്ങള്, കർത്താവിന് ചില പദ്ധതികളുണ്ട്. നിനക്ക് ചില കാര്യങ്ങൾ തന്നത്, യെസ്, ഇവിടെയാണ് പോയിന്റ്. ചില കാര്യങ്ങൾ തന്നത് എന്തിനാണ്? ദൈവം നിനക്ക് അനുഗ്രഹം തന്നത് നീ പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, 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 നീ പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചത്. നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചത്. അമ്മ ത്രേസ്യ ആത്മീയ ജീവിതത്തിൽ ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായ, ഒരു സുഗന്ധം ഇല്ലേ? ചില നേരത്തെ നിങ്ങൾ പറയാറില്ലേ, മാതാവിന്റെ ഒരു സുഗന്ധം, വെരി ഗുഡ്, മാതാവിന്റെ ഒരു സാന്നിധ്യം. അല്ലെങ്കിൽ നമ്മൾ കണ്ടു, അതായത് തിരുവോസ്തിയുടെ തിരുമുഖമായി മാറിയ ഒരു ദർശനം. ഞാൻ ഈശോയെ കണ്ടു, ഈശോയെ കേട്ടു. അമ്മ ത്രേസ്യ പറയാണ്, നിനക്ക് ആ ഒരു ആത്മീയ ദർശനം ഉണ്ടായത് നീ ആത്മീയതയിൽ ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നത് കൊണ്ടല്ല. പിന്നെ എന്താണ്? നീ ആത്മീയതയിൽ വളരാൻ വേണ്ടി ദൈവം നിനക്ക് തന്ന ഒരു ഇൻവിറ്റേഷനാണ്. നിനക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മാതാവിന്റെ ആ സുഗന്ധമുണ്ടായി, ആ സുഗന്ധമുണ്ടായി. ആ സുഗന്ധം കർത്താവ് നിനക്ക് തന്നത് നിനക്ക് പുണ്യ പൂർണ്ണത ഉണ്ടായതുകൊണ്ട്, വിശുദ്ധിയുടെ പൂർണ്ണതയുള്ളത് കൊണ്ടോ ഒന്നുമല്ല. നീ വിശുദ്ധിക്ക് വേണ്ടി കൂടുതൽ ദാഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു നിൽക്കുകയാണ്, ഈ സെബദി പുത്രന്മാരുടെ അമ്മ വന്ന് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഈശോ അവളെ പ്രേരിപ്പിച്ചത് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്.